ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. മിക്സ്ഡ് ദാൽ ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പച്ചരി ഇടാം. പച്ചരി നമ്മൾ ദോശക്കെല്ലാം ചേർക്കുന്ന പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് ഉഴുന്നുപരിപ്പ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മസൂർ ദാലാണ്. ഈ ഓറഞ്ച് കളർ പരിപ്പില്ലേ, അത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് തുവരപ്പരിപ്പും 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറുപയർ ചേർക്കുന്നുണ്ട്. ചെറുപയർ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ടൈപ്പ് ചെറുപയറാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള അല്ലാത്തതും ഫുള്ളായിട്ടുള്ള ചെറുപയറും വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ചെറുപയർ പരിപ്പ് 2 ടേബിൾ സ്പൂണാണ്. ഇതെല്ലാം ആദ്യം ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. 2-3 പ്രാവശ്യം ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് 3-4 മണിക്കൂർ ഇങ്ങനെ വെള്ളത്തിൽ കുതിരാൻ വെക്കണം. അതിന് ശേഷം വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഫുള്ളായിട്ട് ഒരുമിച്ച് അരക്കാതെ പകുതിയായിട്ട് അരച്ചെടുക്കാം. ആദ്യം കുറച്ച് ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ആണ് അരച്ചെടുക്കുന്നത്. നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അരച്ചതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടി അരച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. പച്ചമുളക് അല്ലെങ്കിൽ വറ്റൽമുളക് ചേർത്തിട്ട് നിങ്ങൾക്ക് അരച്ചെടുക്കാം. അങ്ങനെ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ജീരകമാണ്. 1 ടീസ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. സാധാരണ മാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിലായിരിക്കണം ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത്. അധികം ലൂസാവാനും അധികം കട്ടിയാവാനും പാടില്ല. ഇവിടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ദോശമാവ് കോരി ഒഴിക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. നല്ല നേരിയതായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. അപ്പോഴാണ് നല്ല ക്രിസ്പി ദോശയായിട്ടുണ്ടാവാം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് തൂക്കി കൊടുക്കുന്നുണ്ട്. നെയ്യ് അല്ലെങ്കിൽ എണ്ണ തൂക്കി കൊടുത്താലും മതി. ഇത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. മറിച്ചിട്ടും ഇത് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ചൊരു ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള ദോശയും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല തക്കാളി ചട്നിയും തേങ്ങാ ചട്നിയും എല്ലാം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കും. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.